പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അമ്മയുടെ ശക്തിയുള്ള സംരക്ഷണയിൽ ഞങ്ങളെ കാക്കണമേ. ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിലും ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാറ്റിലും ദൈവ ഇഷ്ടം കണ്ടെത്തുവാനും നിറവേറ്റി യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമാവിധം ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. തിരുസഭയുടെ വേദപാരംഗതന്മാരിൽ പ്രമുഖനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ജപമാലയാണ്. എന്നാൽ ജപമാലയുടെ യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ അത് അർപ്പിക്കേണ്ട രീതിയിൽ അർപ്പിക്കണം. നമ്മൾ സാധാരണ ജപമാല ചൊല്ലുക എന്ന് പറയാറുണ്ട്. ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മുടെ അധരവും നാവും അതിലേക്കത് കേന്ദ്രീകരിച്ചു പോകും. കുർബാന ചൊല്ലുക എന്ന് ചിലർ പറയാറുണ്ട്. ഇത് രണ്ടും നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയെന്നേ ഉള്ളൂ. പക്ഷെ രണ്ടും ശരിയായ വാക്കല്ല. ജപമാല ചൊല്ലുക എന്നതിനേക്കാളും നല്ല വാക്ക് ജപമാല അർപ്പിക്കുക എന്നാണ്. നമ്മൾ ജപമാലയ്ക്ക് മുമ്പായിട്ട് നടത്തുന്ന ആമുഖ പ്രാർത്ഥനയിൽ, പരമ്പരാഗത പ്രാർത്ഥനയിൽ അവിടെ പറയുന്നത് ജപമാല ചൊല്ലുക എന്നല്ല, ഈ ജപം ഭക്തിയോടെ അർപ്പിക്കുവാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതുകൊണ്ട് ജപമാല അർപ്പിക്കുക എന്ന് തന്നെ നമുക്ക് ഇനി മുതൽ പറഞ്ഞു തുടങ്ങാം. ജപമാല ചൊല്ലുക എന്നതിന് പകരം ജപമാല അർപ്പിക്കുക, വിശുദ്ധ കുർബാനയെ അർപ്പിക്കുക, പ്രാർത്ഥനകൾ അർപ്പിക്കുക. ജപമാല അർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പായി നമുക്ക് ആദ്യം പൊതുവെ പ്രാർത്ഥന അർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഒന്ന് ചിന്തിക്കാം. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. ദൈവത്തോട് നമ്മുടെ ആത്മാവ് ഒട്ടിച്ചേരുമ്പോൾ നമ്മിൽ നിന്ന് സ്വഭാവേന ഉയർക്കൊള്ളുന്ന ഒരു സംഭാഷണം. ജപമാലയിൽ നമ്മൾ 3 വ്യക്തികളെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധ മറിയത്തെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെയും പറയാം: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തീർത്ഥത്തെയും പരിശുദ്ധ മറിയത്തെയുമാണ് ഈ പ്രാർത്ഥനയിലുടനീളം നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആരോടാണ് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്? ആ വ്യക്തിയോട് സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ അങ്ങനെയാണല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷിക്കുമ്പോൾ നമ്മളൊരാൾ വളരെ സ്നേഹത്തോടെ സംഭാഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. സ്നേഹമൊട്ടുമില്ലാതെ ഒരു ഔപചാരികമായി സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കുന്നില്ല. വളരെ സ്നേഹത്തോടെ ഉള്ള ഒരു നോട്ടം പോലും, ഒരു ചെറിയ പുഞ്ചിരി പോലും, ഒരു വാക്ക് പോലും നമ്മെ ഏറെ സ്വാധീനിക്കും. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ് പ്രാർത്ഥന എന്ന കാര്യം നമ്മൾ ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കണം. ദൈവം ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമാണ് എന്ന ആ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പോൾ മറ്റാരോടും നമുക്ക് തോന്നുന്നതിനേക്കാൾ വളരെയേറെ സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടായിരിക്കണം. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഈ ജപമാലയിലേക്ക് വരുമ്പോൾ റൊസാരിയം വെർജിനിസ് മരിയ എന്ന തിരുവെഴുത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ അതിന്റെ 12ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മറിയത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ജപമാല ആപാദചൂഡം ധ്യാനാത്മക പ്രാർത്ഥനയാണ്. ഈ ധ്യാനാത്മക ഭാവം ഇല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരമാണ്.
ഇതിന്റെ ഉരുവിടൽ ക്രിസ്തുവിന്റെ മുന്നറിയിപ്പുകൾക്ക് വിരുദ്ധമായി ചില ജപങ്ങളുടെ യാന്ത്രികമായ ആവർത്തനമാകും. ഈ തിരുവഴുത്തിൽ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ജപമാല പ്രാർത്ഥനകൾ ഉരുവിടുന്നതോടൊപ്പം ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുകയും കൂടെ ചെയ്യണമെന്നാണ്. ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കാതെ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തു എന്ന് ഉരുവിട്ടാൽ അത് ഗുണം ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്കെതിരാണെന്ന് കൂടി മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ധ്യാനമില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരമാണ്. ഇതിന്റെ ഉരുവിടൽ ക്രിസ്തുവിന്റെ മുന്നറിയിപ്പുകൾക്ക് വിരുദ്ധമായി ചില ജപങ്ങളുടെ യാന്ത്രികമായ ആവർത്തനമാണ്. അപ്പോൾ യാന്ത്രികമായി ഏതാനും പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിട്ടാൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകാശനമാകുകയെന്ന് മാത്രമല്ല, രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനമില്ലാത്തത് കൊണ്ട് അതിന്റെ ഫലം തീരെ കുറയും. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ മറ്റൊരു പ്രബോധനം കൂടെ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അത് റൊസാരിയും വെർജിനിസ് മരിയ തിരുവഴുത്തിന്റെ 11-ാം ഖണ്ഡികയിലാണ്. അതിങ്ങനെയാണ്: വിശ്വാസികൾക്ക് മുന്നിൽ മറിയം തന്റെ പുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ നിസ്തന്ത്രമായി അനാവരണം ചെയ്യുന്നു. അവയുടെ ധ്യാനത്തിലൂടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പരിശ്രമിക്കുന്നത് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനാത്മകമായി എങ്ങനെ അർപ്പിക്കാനായിട്ട് സാധിക്കുമെന്നതിനെ പറ്റിയാണ്. 5 രഹസ്യങ്ങളും നമുക്ക് പരിചിന്തന വിഷയമാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവ്യരഹസ്യത്തിൽ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെയും പരിശുദ്ധ മാതാവിനെയും നമ്മൾ കാണുകയാണ്. അവരുടെ സാന്നിധ്യം സജീവമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുവഴുത്തിൽ, നേരത്തെ തിരുവഴുത്തിൽ 2-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നതോട് ശ്രദ്ധിക്കാം: മറിയമേ സ്വസ്തി ആവേ മരിയ എന്ന വാക്കുകളുടെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ആത്മാവിന്റെ നേത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ യേശുവിന്റെ മനുഷ്യാവതാരം, ജീവിതം, പ്രവർത്തനങ്ങൾ, സഹനം, മരണ, ഉത്ഥാന, സ്വർഗാരോഹണം എന്നിവയെല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന വാക്കുകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആത്മാവിന്റെ നേത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്: സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങളോടെ. ഇത് പറയാൻ കാരണം ഈ തിരുവഴുത്ത് എഴുതുമ്പോൾ പ്രകാശരഹസ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് കൂടി ചേർത്ത് വായിക്കാം. സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങളിലൂടെ ഒരു പരമ്പര പോലെ രൂപമെടുക്കുന്ന അവ അമ്മയുടെ ഹൃദയത്തിലൂടെ നമ്മെ യേശുവുമായി സജീവമായ ബന്ധത്തിലാക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ആണ് ഈ സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. ഈ സംഭവങ്ങളോടെല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയം എങ്ങനെയാണ് പ്രത്യത്തിരിച്ചത്, ആ ചൈതന്യത്തിൽ നമ്മളും പങ്കുചേരുമ്പോൾ അപ്പം പറയാണ് അവ അമ്മയുടെ ഹൃദയത്തിലൂടെ നമ്മെ യേശുവുമായി സജീവമായ ബന്ധത്തിലാക്കും. അപ്പോൾ ജപമാലയുടെ ഓരോ രഹസ്യവും ധ്യാനാത്മകമായി അർപ്പിച്ചാൽ ഈശോയും നമ്മളും തമ്മിൽ ഉള്ള ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധം ആഴപ്പെടും. കാരണം നമ്മൾ ഒരേ ദിവ്യരഹസ്യങ്ങൾ പ്രതിദിനമെന്നോണം ആവർത്തിച്ച് ധ്യാനിക്കുന്നതിലൂടെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ അടിക്കടി വളരുവാൻ സഹായകമാകും. ഇനി നമുക്ക് സന്തോഷ രഹസ്യങ്ങൾ, ഈ പറയുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്തോഷ രഹസ്യങ്ങൾ ഓരോന്നായിട്ടെടുക്കാം. ഒന്നാമത്തേത് മംഗളവാർത്തയാണ്. ഉൽപ്പത്തി 3:15
ദൈവം നൽകിയ വാഗ്ദാനം എന്തായിരുന്നു എന്ന് ഓർക്കാം. പിശാചിനോട് ദൈവമായ കർത്താവ് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ പറയുന്ന സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണ് എന്നാണ് സഭാപിതാക്കന്മാരെല്ലാം ഏകസ്വരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ദൈവം ആദം മൂലം നശിച്ച മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ഏക പദ്ധതി പരിശുദ്ധ മറിയത്തിന്റെ പുത്രനിലൂടെ ലോകത്തെ സമുദ്ധരിക്കുക എന്നതാണ്. ഈ പദ്ധതി പർദീസായിൽ വെച്ച ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും പഴയ നിയമ ജനത നൂറ്റാണ്ടുകൾ കാത്തിരുന്നിട്ടും അത് യാഥാർത്ഥ്യമായില്ല. പ്രവാചകന്മാര് കൂടെ കൂടെ വന്ന് അതാത് കാലങ്ങളിലെ ജനത്തോട് ഈ വാഗ്ദാനത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ 10-14 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ദൈവത്തിന്റെ പ്രധാന ദൂതൻ എത്ര വലിയ വാർത്തയാണ് അറിയിക്കുന്നത്. മനുഷ്യൻ കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും വലിയ വാർത്ത ഏതാണ്? എന്താണ്? മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ പുത്രനായ ദൈവം മനുഷ്യനായി തീരാൻ പോകുന്നു. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സമസത്തയുള്ള ശരീരമില്ലാത്ത പുത്രൻ ആയ ദൈവം ശരീരം ധരിച്ച് മനുഷ്യനായി തീരുവാൻ പോകുന്നു. ലോകം കേട്ട, ഇനി കേൾക്കാനിരിക്കുന്ന എല്ലാ വാർത്തകളിലും വെച്ച് ഏറ്റവും പ്രധാന വാർത്ത ഇതാണ്. രക്ഷയെ സംബന്ധിച്ച വാർത്തയായതുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ വാർത്തയാണെന്ന് പറയാൻ കാരണം. ഈ വാർത്ത പരിശുദ്ധ മറിയത്തിന് ചെവികളിലാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ 1-ാം രഹസ്യം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറയുമ്പോൾ ആരോടാണ് നമ്മൾ പറയുന്നത്? മനുഷ്യാവതാര വാർത്ത അറിഞ്ഞ ഞെട്ടലിൽ കഴിയുന്ന, അത് കേട്ടപ്പോൾ മാതാവിനുണ്ടായ അവർണ്ണനീയമായ ആനന്ദം, വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്ത അത്യധികമായ സന്തോഷം, ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ആ രക്ഷാനുഭവം, ഇതെല്ലാം കണ്ട് തരിച്ചിരുന്നു പോയ മറിയത്തോടാണ് നമ്മളും പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി. ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ മുമ്പിൽ എത്ര ആദരവോടെ ആയിരിക്കണം നിലകൊണ്ടത്. സക്കറിയ പുരോഹിതന്റെ മുമ്പിൽ കാർക്കശ്യത്തോടെ ഇടപെട്ട ഗബ്രിയേൽ ഇവിടെ ഇതാ ഈ ചെറിയ പെൺകുട്ടിയുടെ മുമ്പിൽ വിനയാന്വിതനായി വലിയ ബഹുമാന ആദരവോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്. ഗബ്രിയേലിന്റെ സ്വന്തം വാക്കുകളല്ലത്, കാരണം ഗബ്രിയേൽ ദൈവത്തിന്റെ ദൂതനാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മറിയത്തോട് പറയേണ്ടിയിരുന്ന വാക്കാണ് ഗബ്രിയേൽ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാണ്. ഈ വാക്ക് കേട്ട ഉടനെ എന്ത് സംഭവിച്ചു നമുക്കറിയാം. ദൈവത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒരേ സമയത്ത് ഒന്നാണ്. പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശം ഒരു മിനിറ്റ് വൈകിയല്ല ഉണ്ടായത്, അപ്പൊ തന്നെ ഉണ്ടായി. പക്ഷി മൃഗജാതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഉണ്ടായി. മനുഷ്യാവതാര വാർത്ത മാലാഖയിലൂടെ മറിയത്തോട് ദൈവം അരുളി ചെയ്യുമ്പോൾ ആ സമയത്ത് മാതാവ് മറുപടി പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് മറുപടി പറയാതെ പറ്റിയല്ല, മറുപടി പറഞ്ഞ ആ സെക്കൻഡിൽ അത്യുന്നതനായ പുത്രനായ ദൈവം പരിശുദ്ധ മറിയത്തിന്റെ നിർമ്മല ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെട്ടു. നമുക്ക് ഇന്നും അത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഒന്നും സാധ്യമാകാത്ത ഒരു അനുഭവം. എന്തായിരിക്കണം മാതാവ് ഇപ്പോൾ അനുഭവിച്ചത്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം തന്റെ ഉദരത്തിൽ വന്ന് എന്ന് ആ കാര്യം നമുക്കറിയാം. സാധാരണ ഒരു അമ്മ ഗർഭിണിയാണെന്ന് അറിയുന്നത് ഏതാണ്ട് 4 ആഴ്ച കഴിയുമ്പോഴാണ്. അതുപോലും
അതറിയുന്ന ആ അമ്മ എത്രയധികമായി സന്തോഷം കൊണ്ട് രോമാഞ്ചമണിയുന്നു. വാക്കുകൾ വിവരിക്കാനാവാത്ത, മറ്റാർക്കും പകർത്തെടുക്കാൻ പറ്റാത്ത ആ അമ്മയ്ക്ക് മാത്രം അനുഭവപ്പെടുന്ന അനുഭവമാണ്. തൻ്റെ ഉദരത്തിൽ തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും ജീവന്റെ ഭാഗമായ മൂന്നാമതൊരു വ്യക്തി തൻ്റെ ഉദരത്തിൽ ജന്മം എടുത്തിരിക്കുന്നു എന്ന വാർത്ത ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും സന്തോഷങ്ങൾ നിറയ്ക്കുകയാണ്, പ്രത്യാശകൾ നിറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുത്രനായ ദൈവം തന്നെ തൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ മറിയത്തെ ഏതവസ്ഥയിൽ എത്തിച്ചു നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഒരു സ്വർഗീയ അനുഭവം, വെറും സ്വർഗീയ അനുഭവമല്ല, സകല മാലാഖമാരും സകല വിശുദ്ധരും അനുഭവിച്ചിട്ടുള്ള ദൈവാനുഭവത്തെക്കാൾ എല്ലാം മികച്ച ഒരു ദൈവാനുഭവമാണ് തീർച്ചയായും മറിയത്തിനുണ്ടായിട്ടുള്ളത്. ഈ ആനന്ദ അനുഭവത്തിൽ ആയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഒരു ദീപരഹസ്യത്തിൽ 10 പ്രാവശ്യം ഈ മാതാവിനെ വാഴ്ത്തി പുകഴ്ത്തുന്നത്. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയ്ക്ക് 2 ഭാഗമുണ്ട്. ആദ്യ ഭാഗം പ്രഘോഷണവും 2ാം ഭാഗം അപേക്ഷയുമാണ്. എന്താ പ്രഘോഷിക്കുന്നത്? നന്മ നിറഞ്ഞ മറിയം എന്ന പ്രധാന പ്രഘോഷണ വിഷയം ക്രിസ്തുവാണ്. 6 പൗലോസ് മാർപ്പാപ്പയുടെ മരിയാളിസ് കുൾത്തുസ് എന്ന രേഖയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ജപമാല 5 രഹസ്യങ്ങൾ ജപമാല നമ്മൾ അർപ്പിച്ചു കഴിയുമ്പോൾ 50 തവണ യേശുവിനെ ആരാധിച്ചു സ്തുതിക്കുന്നുണ്ട്. നിന്റെ ഉദരബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നുള്ള ആ വാക്കാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിന്റെ ഉദരബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യേശുവിനെ പ്രകീർത്തിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. അതിനു മുൻപുള്ളത് മാതാവിനെ പ്രകീർത്തിക്കലാണ്. അതും ഒരു പ്രഘോഷണമാണ്. ചുരുക്കത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് സർവപ്രധാനമായ യേശുവിനെ ഏറ്റുപറയുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവിടുത്തെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ 5 രഹസ്യങ്ങളുടെ ജപമാലയിൽ നാം യേശുവിനെ ആവർത്തിച്ച് കർത്താവ് ആണ് യേശു എന്ന് പ്രഘോഷിക്കുകയാണ്. അവിടുന്ന് കർത്താവാണ് അഥവാ ദൈവമാണ് എന്ന് പ്രഘോഷിക്കുകയാണ്. ആ പ്രഘോഷണത്തിന്റെ ഫലമായി നാം രക്ഷ പ്രാപിക്കുകയാണ്. ജോൺ ബെർണാഡ് മാർപ്പാപ്പ കൊന്തയെ പറ്റി പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ജപമാല ഒരു സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ടാണ് ആൽബജൻഷ്യൻ പാഷണറെ യൂറോപ്പിൽ വ്യാപകമായി സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷകരുടെ പ്രഘോഷണങ്ങൾ കൊണ്ടൊന്നും കാര്യമായ ഫലമില്ലാതെ വന്ന അവസരത്തിലാണല്ലോ ജപമാല പ്രഘോഷിക്കാൻ സ്വർഗം ആവശ്യപ്പെട്ടത്. ജപമാല പ്രഘോഷിച്ചതോടെ ഈ പാഷണതകളെല്ലാം നിലംപൊത്തി. അപ്പോൾ ജപമാലയിൽ ക്രിസ്തുവിനെ ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ പ്രഘോഷിക്കുന്നുണ്ട്. ഇനി മാതാവിനെ പ്രഘോഷിക്കുന്നുണ്ട്. മാതാവിനെ പറ്റി 4 വിശ്വാസത്യങ്ങളാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം ആ കാര്യം വിശ്വസിക്കാത്തൊരു വ്യക്തി പാപത്തിലാണ്. പാപത്തിന് കീഴിൽ വിശ്വസിക്കാൻ കടപ്പെട്ട കാര്യങ്ങളെയാണ് വിശ്വാസ സത്യങ്ങൾ, ഡോഗ്മ എന്ന് പറയുന്നത്. ക്രൈസ്തവ വിശ്വാസ ഘടകങ്ങളെല്ലാം ഡോഗ്മയല്ല, ചിലത് ഡോഗ്മയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ചേ തീരും. കന്യാമറിയത്തെ പറ്റി 4 ഡോഗ്മ, 4 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1, അവൾ ദൈവത്തിന്റെ അമ്മയാണ്. 2, അവൾ നിത്യകന്യക അല്ലെങ്കിൽ ശാശ്വത കന്യാത്വമുള്ളവളാണ്. എന്ന് വെച്ചാൽ യേശുവിനെ ഗർഭം ധരിച്ചത് കന്യാത്വത്തോടെ, യേശുവിനെ പ്രസവിച്ചത് പോലും കന്യാത്വം നഷ്ടപ്പെടാതെ യേശു ജന്മം കൊടുത്ത ശേഷം ആജീവനാന്തം നിത്യകന്യാത്വത്തിൽ. അപ്പൊ മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്ന് പറയാൻ കാരണം യേശു ദൈവമായതുകൊണ്ടാണ്. മറിയം ദൈവത്തെ ജനിപ്പിച്ചു എന്നല്ല അർത്ഥം. യേശു ദൈവമാണ്, യേശുവിന്റെ അമ്മ മറിയമാണ്, അതുകൊണ്ട് മറിയം ദൈവത്തിന്റെ അമ്മയാണ്. യേശുവിൽ മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും
വേദനിക്കാനാവാത്തവണ്ണം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് യേശുവിന് മനുഷ്യപ്രകൃതി നൽകിയ മറിയം ദൈവം തന്നെയായ യേശുവിന്റെ അമ്മയാണെന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ട് മറിയം ദൈവമാതാവാണ്, മറിയം നിത്യകന്യകയാണ്, മറിയം അമലോത്ഭവയാണ്. അതായത് മാതാവ് അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ആദ്യ നിമിഷം തന്നെ മറിയം ഉത്ഭവഭാവത്തിന്റെ ഒരു കറയുമില്ലാത്തവളും പ്രസാദപരത്തിന്റെ പൂർണ്ണതയുള്ളവളുമായി പരിശുദ്ധ മറിയം അവളുടെ ജന്മം ആരംഭിച്ചു. അതാണ് അമലോത്ഭവം. നാലാമത്തത്, മറിയത്തിന്റെ പരിശുദ്ധിയുടെ ആധിക്യം മൂലം മറിയത്തിന്റെ ജീവിതാവസാനം മറ്റൊരു വിസ്തർക്കുണ്ടായതുപോലെ ആത്മാവ് മാത്രമല്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്, മറിയത്തിന്റെ ശരീരം കൂടെ മറിയത്തിന്റെ ജീവിതാവസാനത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതാണ് മാതാവിന്റെ സ്വർഗ ആരോപണം. അപ്പോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന വാക്കുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ചില ചോദിച്ചിട്ടുണ്ട്, കൃപ നിറഞ്ഞ മറിയമേ എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കും, എന്തിനാണ് നന്മ നിറഞ്ഞ മറിയമേ? ആ ഒരു വാക്കിൽ ഈ 4 ഡോക്മായും വരുന്നുണ്ട്. മാതാവ് ദൈവത്തിന്റെ അമ്മയാണ്, മാതാവ് നിത്യകന്യകയാണ്, മാതാവ് അമലോത്ഭവയാണ്, മാതാവ് സ്വർഗാരോപിതയാണ്. അപ്പൊ നന്മ നിറഞ്ഞ, നന്മ എന്ന് പറയുന്നത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിച്ചില്ലേ, നല്ലവനായ ഗുരു. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, നീ എന്തിന് എന്നെ നല്ലവൻ എന്ന് വിളിച്ച്? ദൈവം ഒരുവനല്ലാതെ മറ്റാരും നല്ലവനില്ലല്ലോ. അപ്പൊ നന്മ നിറഞ്ഞവൻ, നല്ലവൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് മാത്രം ആരോപിക്കാവുന്ന ഒരു വിശേഷണമാണ്. മാതാവിന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്നതിന് പകരം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ദൈവത്തിനോളം അടുത്ത്, ദൈവമല്ല മറിയം, മനുഷ്യ വ്യക്തിയാണ്, പക്ഷെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവളാണ്. ഒരു സൃഷ്ടിക്ക് എന്തുമാത്രം പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും അതിന്റെ മാക്സിമത്തിൽ എത്തിയ ആളാണ് മറിയം. അതെല്ലാം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ കൊച്ചു സംബോധനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മാതാവിനെ നമ്മൾ കൊച്ചു സംബോധനയിലൂടെ പ്രഘോഷിക്കുന്നു, യേശുവിനെയും പ്രഘോഷിക്കുന്നു. അപ്പോൾ മാതാവ് മനുഷ്യാവതാര വാർത്ത ഒന്നാം രഹസ്യമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവ് മനുഷ്യാവതാര വാർത്ത അറിയലല്ല, അനുഭവിക്കുകയല്ലേ, നമ്മൾ അറിയുകയാണ്. കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥനയുടെ, ത്രിസന്ധ്യാ പ്രാർത്ഥനയുടെ കൺക്ലൂഡിംഗ് പേരിൽ പറയുന്നുണ്ട്, ഓർക്കുന്നില്ലേ? മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ, ദൈവത്തിന്റെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശു മരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കും. മംഗളവാർത്ത തുടക്കമാണ്, രക്ഷയുടെ പൂർണ്ണതയുടെ സമാരംഭമാണ്. അപ്പൊ ആ മംഗളവാർത്ത രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പൊ മാതാവ് അറിയുകയല്ലേ, നമ്മൾ അറിഞ്ഞിട്ട് പോലും മംഗളവാർത്ത അറിഞ്ഞാൽ പോലും നമുക്ക് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് മഹിമയുടെ പൂർണ്ണതയിലേക്ക് വരാൻ സാധിക്കുമെന്ന പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ മംഗളവാർത്ത അനുഭവിച്ചറിഞ്ഞ മറിയത്തിന് സ്ഥിതി എന്താ? മറിയത്തിൽ പുത്രനായ ദൈവം വാസം ചെയ്യുന്ന അനുഭവം. അതുകൊണ്ടാണ് രണ്ടാം രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് എന്താണ്? പുത്രനായ ദൈവത്തെ വഹിക്കുന്ന മറിയത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. ദൈവപുത്രൻ തന്നിൽ കുടികൊള്ളുന്നതിന്റെ ആനന്ദം, മറിയമാണ് രക്ഷയുടെ ആനന്ദം ആദ്യം അനുഭവിക്കുന്നത്. മറിയവും യേശുവിനാൽ രക്ഷിക്കപ്പെട്ടവളാണ്. യേശുവിന്റെ ആ സാന്നിധ്യം മറിയത്തെ രക്ഷ അനുഭവിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇനി അത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഏകദേശം 180 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ടെന്നാണ് പറയുന്നത് മാതാവിന്റെ വീട്ടിൽ നിന്ന് എലിസബത്തിന്റെ വീട്ടിലേക്ക്. ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്ന ആദ്യ ദിവസങ്ങളാണത്. ഗർഭാശുതകൾ വളരെയധികം ബാധിക്കുന്ന സമയമാണ്. പക്ഷേ ഇതൊന്നും മാതാവിന് വിഷയമാകുന്നില്ല. പുത്രനായ ദൈവത്തെ വഹിക്കുന്ന സന്തോഷം കൊണ്ട്, അത് വെറൊരു സന്തോഷമില്ല, രക്ഷയുടെ പരമാനന്ദമാണ്. അതിന്റെ ആധിക്യത്തിൽ ശാരീരികമായ ക്ലേശങ്ങളൊന്നും വിഷയമാകുന്നില്ല. ഇന്നത്തെ പോലെയുള്ള സുരക്ഷിതമായ റോഡുകളൊന്നും വന്നില്ല. ദുർഘടം പിടിച്ച വഴികളിലൂടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാവുന്ന യാത്രയാണത്. മാതാവ് സത്യത്തിൽ നടന്നു പോകാൻ സാധ്യതയില്ല, ഓടിക്കാണും. അതാണ് രണ്ടാമത്തെ സന്തോഷ രഹസ്യം. അവിടെ ചെന്ന് എലിസബത്തിന്റെ കുടുംബം മുഴുവനെയും രക്ഷയിലേക്ക് നയിക്കുകയാണ്. എലിസബത്തിന് 3 മാസത്തെ ശുശ്രൂഷ ചെയ്യാൻ പോയി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ആ ശുശ്രൂഷ എന്ന വാക്കിന് പ്രത്യേക അർത്ഥമാണ് നമുക്കറിയാം. ശുശ്രൂഷ എന്ന വാക്ക് ആഴത്തുള്ള അർത്ഥമുള്ളതാണ്. അത് രക്ഷയുടെ, ദൈവത്തിന്റെ രക്ഷാകർമ്മത്തിനുള്ള ശുശ്രൂഷയാണ്.
പ്രായാധിക്യത്തെ എലിസബത്ത് പ്രസവിക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം മാതാവിന്റെ സാന്നിധ്യവും സേവനവും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും അതിനേക്കാളൊക്കെ അധികം മറിയത്തിന്റെ ശുശ്രൂഷ അത്തരം കാര്യങ്ങൾക്ക് ചുരുങ്ങിപ്പോകുന്നതല്ല. മറിയത്തിന്റെ ശുശ്രൂഷ എപ്പോഴും പുത്രനായ ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. അത് എലിസബത്ത് തന്നെ പറയുന്നുണ്ട്. മറിയത്തിന്റെ അഭിവാദനം കേട്ട നിമിഷം ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. ലൂക്കാസ് വിശേഷം ചുവടെ എഴുതി വെച്ചിരിക്കുകയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറയുകയും ചെയ്തു. അപ്പൊ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പുറപ്പെട്ടത് എന്താണ്? ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ മനുഷ്യാവതാരം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുന്നത് ഈശോയുടെ കുരിശ് മരണത്തിന് ശേഷമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. യോഹന്നാൻ 7:37-39 വാക്യത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഈശോ മഹത്വീകൃതനായ ശേഷമാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാം മുൻകൂട്ടി സംഭവിക്കുകയാണ്. മാതാവിന്റെ സാന്നിധ്യവും മാതാവിന്റെ അഭിവാദന സ്വരവും മാത്രം മതിയായിരുന്നു. യേശുവിലൂടെ പിന്നീട് വർഷിക്കപ്പെടേണ്ട പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ എലിസബത്തിലേക്ക് വന്ന് ആവസിക്കുന്നു. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് എലിസബത്തിന്റെ ഉദരത്തിൽ വളരുന്ന സ്നാപക യോഹന്നാൻ രക്ഷ പ്രാപിച്ചു. അവിടെ വെച്ച് കുതിച്ചു ചാടി എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. രക്ഷയുടെ ആനന്ദമാണ് സ്നാപകൻ പ്രകാശിപ്പിക്കുന്നത്. വെറും ആനന്ദമല്ലത്, രക്ഷിക്കപ്പെട്ടതിന്റെ പരമാനന്ദമാണ്. അത് പിന്നീട് നമുക്കറിയാം വാഗ്ദാനമുണ്ട്. അങ്ങനെ വാഗ്ദാനം ഉണ്ടായിരുന്നല്ലോ. അവൻ സക്കറിയ പ്രവാചകന്റെ വാക്കുകളുണ്ട്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മമാണ്. ഈശോയുടെ മനുഷ്യാവതാരവും സഹനവും മരണവും ഉത്ഥാനവും മൂലം സംഭവിച്ച ഒന്നാണ് വിശുദ്ധീകരണം. പക്ഷെ ഇവിടെ അതൊന്നും ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ സ്നാപക യോഹന്നാന് രക്ഷയുടെ പൂർണ്ണ ഫലം അഡ്വാൻസ് ആയി ദൈവം കൊടുക്കുകയാണ്. ഉദ്ദേശം നമുക്കറിയാം, ഈ സ്നാപകനാണ് യേശുവിന് വഴി ഒരുക്കാനുള്ളവൻ. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് പിന്നീട് മാത്രം കിട്ടേണ്ട വിശുദ്ധീകരണ അഭിഷേകം സ്നാപകന് മാത്രം മുൻകൂട്ടി നേരത്തെ ദൈവം നൽകുന്നത്. മറിയത്തിന്റെ അമലോഭത്തെ പറ്റി പറയുന്ന പോലെ തന്നെയാണ്. മറിയം എങ്ങനെ അമലോഭയായി? പാപരാഹിത്യം സാധ്യമാകുന്നത് ക്രിസ്തുവിന്റെ മരണോത്ഥാനങ്ങളിലൂടെ മാത്രമാണ്. പിന്നെ എങ്ങനെ ക്രിസ്തു ജനിക്കുന്നതിന് പോലും മുമ്പ് മറിയത്തിന് പാപരാഹിത്യത്തിന്റെ കൃപ കിട്ടി. അതിനും സഭ തരുന്ന ഉത്തരം ഇങ്ങനെയാണ്: യേശുവിന്റെ മനുഷ്യാവതാരവും മരണോത്ഥാനവും വഴി മാത്രം നൽകപ്പെടുന്ന പാപമോചനത്തിന്റെ കൃപ മറിയത്തിന് അഡ്വാൻസ് ആയി ദൈവം നൽകി. ഒരു പ്രത്യേക ഉദ്ദേശത്തിനുണ്ട്. ഉദ്ദേശം ഇതാണ്: പുത്രനായ ദൈവത്തിന് പാപത്താൽ മലിനമാക്കപ്പെടാത്തൊരു മനുഷ്യപ്രകൃതി കൊടുക്കാൻ ഒരു വ്യക്തി അത്യാവശ്യമുണ്ട്. പാപത്താൽ മലിനമാകാത്ത ഒരു മനുഷ്യപ്രകൃതി പുത്രനായ ദൈവത്തിന് മനുഷ്യ അവതാരം ചെയ്യാൻ അനിവാര്യമാണ്. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് പരിശുദ്ധ മറിയത്തെ ദൈവം അമലോത്ഭവയായി ഉരുവാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് യോഹന്നാനെയും. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ദൈവം ക്രിസ്തുവിലൂടെ വരാനിരുന്ന രക്ഷ മുൻകൂട്ടി കൊടുത്ത് അവനെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിലും വേണം. മാതാവ് രക്ഷയുടെ ആനന്ദം കൊണ്ട് എലിസബത്തിന്റെ വീട്ടിലേക്ക് ഓടുന്ന ആ രക്ഷയുടെ ആനന്ദം കൊണ്ട് മാതാവ് അനുഭവിക്കുന്ന അവർണ്ണനീയമായ ആ സന്തോഷം, അതാണ് സന്തോഷ രഹസ്യം എന്ന് തന്നെ പറയുന്ന കാര്യം. സാധാരണ സന്തോഷമാണത്. അതിന് തുല്യം ഭൂമിയിൽ ഒരു സന്തോഷത്തിനും ഇല്ല, പറ്റിയല്ല. ആ സന്തോഷ തികവിലാണ് മാതാവ് അങ്ങോട്ട് ഓടുന്നതും അവിടെ താമസിക്കുന്നതും 3 മാസത്തോളം. അങ്ങനെ ഒരു മാതാവിനോടാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാതാവിനെ നമ്മൾ പ്രഘോഷിക്കുന്നു. നേരത്തെ പ്രഘോഷിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ വസിച്ചുകൊണ്ട് യോഹന്നാനെ വിശുദ്ധീകരിക്കുന്ന യേശുവിനെയും പ്രഘോഷിക്കുന്നു. അപ്പോൾ രണ്ടാം രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തയ്ക്ക്, ഒന്നാം രഹസ്യം അത് തന്നെ, വേറെ ചിന്തയ്ക്കൊന്നും നമുക്ക് സ്പേസ് ഇല്ല. നമ്മൾ ആ ദിവ്യരഹസ്യത്തിൽ മുഴുകി പ്രാർത്ഥിക്കുകയാണ്. ഇനി മൂന്നാമത്തെ രഹസ്യം എന്താണ്? സന്തോഷ രഹസ്യം. 9 മാസത്തിന് ശേഷം 9 മാസം മാതാവിന് അടക്കാൻ കഴിയാത്ത സന്തോഷം അനുഭവിച്ച് അവസാനം ആ സന്തോഷം അണപൊട്ടി ഒഴുകുകയാണ്. യേശു ഭൂമിയിൽ ജനിക്കുന്നു. ഒരു കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന ആനന്ദം അതുല്യമായ ആനന്ദമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതിനേക്കാൾ എത്രയോ മികച്ച ഒരു ആനന്ദമായിരിക്കും മാതാവിന് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ളവനെ തനിക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞുള്ള ആനന്ദമാണ്. ആദം മുതൽ ലോക അവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യരെയും പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവനെ തനിക്ക് നൽകാൻ സാധിച്ചതിന്റെ ആനന്ദം എത്ര വലുതായിരിക്കും. അതുകൊണ്ടാണ് മാതാവിനെ ബത്ലഹേമിൽ തൊഴുത്തിൽ പ്രസവിച്ചു ഒന്നും വിഷയമല്ല. സത്രത്തിൽ ഇടം കിട്ടാതെ വന്നതിൽ നിന്ന് പരാതിയും പരിഭവത്തിനും കാര്യമില്ല. കക്ഷത്തിനുമേൽ പ്രസവിക്കേണ്ടി വന്നതും ഒന്നും വിഷയമല്ല. കാരണം അതിനേക്കാൾ എത്രയോ ഉന്നതമായ സംഭവമാണ് നടക്കുന്നത് അവിടെ. സ്വർഗത്തിൽ വസിക്കുന്ന പുത്രനായ ദൈവത്തെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ പുത്രൻ ലോകത്തിന് സമ്മാനിക്കാൻ സാധിച്ചു. മാതാവിന്റെ ഈ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ മൂന്നാം രഹസ്യത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് സ്നേഹവായ്പോടെ ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം ആ പുൽ തട്ടിൽ തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ആ പിഞ്ചു ശിശു പുത്രനായ ദൈവമാണെന്ന തിരിച്ചറിവ് അത് നമ്മളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുകയാണ്. ആ 3 പൗരസ്ത്യ ജ്ഞാനികൾ, രാജാക്കന്മാരും ജ്ഞാനികളുമായ മഹൽ വ്യക്തികൾ ഒരു വർഷത്തോളം എടുത്തെന്നാണ് പറയുന്നത് യേശുവിന്റെ അടുത്തെത്താൻ. അവരുടെ ദേശത്ത് നിന്ന് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന യാത്രയാണ് ചെയ്തിരുന്നത്. അവിടെ വലിയ നിധി ഉണ്ടായിരുന്നുകൊണ്ട് അവരെ വഴിക്ക് വെച്ച് കാട്ടുകൊള്ളക്കാര് വധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടിട്ടും അവർ ഈ കർത്താവിനെ ഒന്ന് കാണണം, ലോകരക്ഷകനായ വിശുദ്ധായ ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി, അതിനുവേണ്ടിയാണ് 1 വർഷത്തിലധികം നീണ്ട ദുർഘട യാത്ര ചെയ്ത് വരുന്നത്. അവർ വന്ന് മാതാവിന്റെ പേർ മുട്ടുകുത്ത് നിൽക്കുമ്പോൾ മാതാവിനുണ്ടായ ദിവ്യാനുഭവം എന്തായിരിക്കണം? ഈ 3 മഹാജ്ഞാനികൾ ശാസ്ത്രജ്ഞന്മാരും വന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രണവിക്കുന്നത് കാണുമ്പോൾ മാതാവിനുണ്ടായ ഈ അനുഭവം എന്തായിരിക്കും? നാട്ടിടയന്മാർ വന്ന് ആനന്ദവായ്പോടെ കാണാൻ വരുന്നത്. ഇതെല്ലാം നമ്മളും സ്വന്തമാക്കുകയാണ് ഈ വികാരങ്ങൾ. എന്നിട്ടാണ് നമ്മൾ മാതാവിനെ പ്രകീർത്തിക്കുന്നതും യേശുവിനെ പ്രഘോഷിക്കുന്നതും. ഇനി 4-ാം രഹസ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു സന്തോഷ രഹസ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ജോൺ പാപ്പ പറയും അത് കുറെ ദുഃഖം കലർന്നിട്ടുണ്ട്. കാരണം സാധാരണ യഹൂദ സ്ത്രീകൾ 40-ാം ദിവസം തന്റെ കുഞ്ഞിനെ കൊണ്ട് ദേവാലയം സമർപ്പിക്കുന്നത് അങ്ങനെയുള്ളൊരു ചടങ്ങായിട്ട് തോന്നിയേക്കാമെങ്കിലും മാതാവിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. മറ്റു യഹൂദ സ്ത്രീകൾക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്, മാതാവിന് ശുദ്ധീകരണം ആവശ്യമില്ല. എങ്കിലും ആ യഹൂദ ആചാരാനുഷ്ഠാനത്തോടുള്ള ഒരു ആഭിമുഖ്യം കാണിക്കാൻ വേണ്ടി മാതാവ് പോകുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണ്? മാതാവ് യേശുവിനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ അതേപ്പറ്റി ഇങ്ങനെ ഒരു വിചിന്തനം തരുന്നത് ഉണ്ട്. അത് കാൽവരി കുരിശിൽ 33 വർഷത്തിന് ശേഷം കാൽവരിയിൽ ബലിയാക്കുവാൻ തന്റെ പുത്രനെ ഇപ്പോഴേ മാതാവ് സമർപ്പിക്കുകയാണ്. ആ വ്യാഖ്യാനത്തിന് സപ്പോർട്ടായിട്ട് ശമയോന്റെ വാക്കുകളുണ്ടല്ലോ. ആ അവസരത്തിലല്ലേ ശമയോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടന്നു പോകും. യേശുവിനെ കുരിശെ തൂക്കി വധിച്ച ശേഷം പടയാളി വന്ന് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഒരു വാള് കുത്തിക്കയറ്റി. അത് 33 കൊല്ലം മുമ്പ് മാതാവിന്റെ ഹൃദയത്തിൽ ആ വാള് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ മുതൽ മാതാവ് 40-ാം ദിവസം മുതൽ മാതാവ് കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോഴൊക്കെ ശമയോന്റെ പ്രവചനം തീർച്ചയായിട്ടും മറക്കുകയില്ല. മാതാവ് പിന്നെ യേശുവിനെ കാണുന്നതും വഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും 33 കൊല്ലത്തിന് ശേഷം കാൽവരിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. മാനുഷികമായി നമുക്കിത് മനസ്സിലാകുകയല്ലെങ്കിലും മാതാവ് കൃപയുടെ നിറഞ്ഞു നിൽക്കുകയല്ലേ. സ്വർഗത്തിന്റെ മേഖലയിലായി കഴിഞ്ഞപ്പോൾ അവൾ ഒരു മനുഷ്യ വ്യക്തിയാണെങ്കിലും സ്വർഗീയ മേഖലയിലാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കിട്ടും. അതുകൊണ്ടാണ് ജോൺ പാപ്പ പറയുന്നത് 4-ാമത് സന്തോഷ രഹസ്യം പറയാമെങ്കിലും അത് ഒരുതരം ദുഃഖരഹസ്യമാണ് വാസ്തവത്തിൽ. സന്തോഷത്തിന് 5-ാം ദൈവരഹസ്യം കൂടി നമുക്ക് ധ്യാനിക്കാം. 12 വയസ്സ് വരെ ഈശോയെ കൊണ്ടു നടന്ന, രാപകലില്ലാതെ അവിടുത്തെ തിരുമുഖത്തു നിന്ന് കണ്ണെടുത്ത് മാറ്റാത്ത മറിയത്തിന് ഇവരുണ്ടായ ഏറ്റവും വലിയ സങ്കടമാണ് 3 ദിവസം കർത്താവിനെ നഷ്ടപ്പെട്ട ആ സംഭവം. നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്ത
പരമദുഃഖത്തിൽ മാതാവ് ആണ്ടു. ആ വേദനയിൽ 3 ദിവസത്തോളം തിരിച്ച് ജെറുസലേമിലേക്ക് ഓടി യാത്ര ചെയ്യുന്ന മാതാവിനെ നമ്മളോട് ധ്യാനിക്കുകയാണ്. അപ്പോൾ മാതാവിൻ്റെ ആ വ്യാകുലം, സന്തോഷരഹസ്യമാണെങ്കിലും മാതാവിൻ്റെ ആ വ്യാകുലം നമ്മൾ ആദ്യം ധ്യാനിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈശോയെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ മാതാവ് അനുഭവിക്കുന്ന ആ സ്വർഗീയ ആനന്ദം, 12 വർഷങ്ങൾ തുടർച്ചയായി അനുഭവിച്ചിരുന്നതും 3 ദിവസം നഷ്ടപ്പെട്ടതുമായ എന്നാൽ വീണ്ടും തിരിച്ചു കിട്ടിയതുമായ ആനന്ദത്തിൽ ആണ് പിന്നെ മാതാവ് ജീവിക്കുന്നത്. മാതാവിൻ്റെ ആ രക്ഷാ സന്തോഷം അനുഭവിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, ഈശോ പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഈ വാക്കുകളും ഒരു സൂചന തരികയാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി. പിതാവിൻ്റെ കാര്യം എന്താ? സർവ്വ മനുഷ്യരെയും വീണ്ടെടുത്ത് രക്ഷിച്ച് തന്നോട് അനുരഞ്ജിപ്പിക്കണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ആദത്തിന്റെ പാപത്തെ തുടർന്ന് മനുഷ്യവർഗം മുഴുവനും പിതാവിൽ നകന്നുപോയി. തന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന പിതാവിന് ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ മക്കളെ എല്ലാം തിരിച്ചെടുത്ത് തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. അതാണ് പിതാവിന്റെ കാര്യം. അതിലാണ് ഈശോ വ്യാപൃതനാകാൻ പോകുന്നതെന്ന് ആ ടീനേജിന്റെ ആരംഭത്തിൽ തന്നെ ഈശോ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും അതോടുകൂടി മാതാവിനും വ്യക്തമായി, നേരത്തെ അറിയാമെങ്കിലും യേശുവിന്റെ ജീവിതത്തിന്റെ പോക്കെങ്ങോട്ടാണെന്ന് വ്യക്തമായി മനസ്സിലായി. പിന്നെ അതേപ്പറ്റി യോസേപ്പ് പിതാവും മാതാവും ഒരു മറുപടിയും തിരിച്ചു മിണ്ടുന്നില്ല. പകരം യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. തുടർന്ന് ഈശോയുടെ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ഒരുക്കം മാതാവ് നടത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമുക്ക് സന്തോഷ രഹസ്യങ്ങൾ ഏതാണ്ട് ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് ജപമാല അർപ്പിക്കാനായിട്ട് മേലിൽ പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.